നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതാണ്. സ്വഹീഹായ ഹദീസിൽ കാണാം, ലാ തുവാസിലു, നിങ്ങൾ തുടരെ നോമ്പെടുക്കരുത്. തുടരെ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള നോമ്പ്, മഗ്രിബിന്റെ സമയമായ നോമ്പ് മുറിക്കുമല്ലോ, അത് മുറിക്കാതെ രാത്രി നോമ്പ്. രാവിലെ നോമ്പ് തുടങ്ങിയാൽ വൈകുന്നേരം മുറിക്കുന്നില്ല, രാത്രി നോമ്പ്, പിറ്റേന്ന് പകലും നോമ്പ്, പിറ്റേന്ന് രാത്രി നോമ്പ്, പിറ്റേന്ന് പകലും നോമ്പ്, ഇങ്ങനെ തുടരെ നോമ്പെടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് ഇന്നക തുവാസിലു, നിങ്ങൾ അങ്ങനെ തുടരെ നോമ്പെടുക്കുന്നുണ്ടല്ലോ എന്ന് സ്വഹാബത്ത് ഇഷ്കാല് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി ലസ്തു മിസ്ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെ പോലെയല്ല. ഒരു റിവായത്ത്, ഇന്നി ലസ്തുക അഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് മറ്റൊരു റിവായത്ത്, ഇന്നി ലസ്തുക ഹൈഅത്തിക്കും, എന്റെ പ്രകൃതം നിങ്ങളുടെ പ്രകൃതി പോലെയല്ല എന്ന് മറ്റൊരു റിവായത്ത്. ഈ മൂന്ന് റിവായത്തും ബുഖാരി, മുസ്ലിം തുടങ്ങിയ സ്വഹിയായ ഹദീസുകളിൽ വന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംബന്ധിച്ച് മഹാനായ ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഇത്തരം ഹദീസുകളും മറ്റും വെച്ച് വിശദീകരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശാരീരികമായി മനുഷ്യ പ്രകൃതിയും ആത്മീയമായി മലക്കുകളുടെ പ്രകൃതിയാണ് ഉള്ളത്. അതാണ് ശാരീരികമായി മനുഷ്യ പ്രകൃതി, ആത്മീയമായി മലക്കുകളുടെ പ്രകൃതിയാണുള്ളത്. അതുകൊണ്ടാണ് ഈ ശാരീരിക പ്രകൃതിയാണ് ഏത് ആത്മീയമായും അതുപോലെ തന്നെ ശാരീരികമായും ഒക്കെ മനുഷ്യന്റെ പ്രകൃതിയാണെങ്കിൽ മലക്കുകളെ കാണാനോ മലക്കുകളെ കേൾക്കാനോ മലക്കുകളുമായി ആശയവിനിമയം നടത്താനോ മലക്കുകൾ പറയുന്നത് മനസ്സിലാക്കാനോ ഏതാവൂല, സാധിക്കൂല. അതേ സമയത്ത് ശാരീരികമായിട്ട് ഏതാണ് മനുഷ്യപ്രകൃതി തന്നെയാണുള്ളത്. അതായത് മനുഷ്യർക്കുണ്ടാകുന്ന ഏത് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലക്കല്ല എന്നർത്ഥം. അതേ സമയത്ത് ആത്മീയമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു മലക്കുകളുടെ പ്രകൃതമാണ് ഉള്ളത്. ആ പ്രകൃതം വെച്ചുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നതും ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത് കേൾക്കുന്നതും ജിബ്രീൽ അലൈഹിസ്സലാമുമായി ആശയവിനിമയം നടക്കുന്നു. ഈ സാഹസിൽ ഒരുപാട് മലക്കുകൾ ഉണ്ടാവും, നമ്മൾ കാണുന്നുണ്ടോ? ഇനി അവരിവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഇവിടെ പ്രസംഗിച്ചു നിൽക്കുക, നമ്മൾ കേൾക്കുവോ? ഇനി അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുമോ? അതുമില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണ് എന്ന് ചില പറഞ്ഞത് ഈ ശാരീരിക പ്രകൃതി കണക്കിലെടുത്തും ഞാൻ നിങ്ങളെപ്പോലെ അല്ല എന്ന് പറഞ്ഞത് ഈ ആത്മീയമായ പ്രകൃതി കണക്കിലെടുത്തുമാണ് എന്ന് പണ്ഡിതന്മാര് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്.